CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ബാലകൗമാര കലകളുടെ കേളികൊട്ടുമായി കുന്നംകുളം വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് അരങ്ങുണർന്നു. 4 ദിവസം നീണ്ടു നിൽക്കുന്ന മേളയുടെ ആദ്യ ദിനത്തിൽ സ്റ്റേജിതര മത്സരങ്ങളാണ് പ്രധാനമായും നടന്നത്. അഞ്ഞൂരിൽ വീടിന് തീയിട്ടു. വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന അജിത്തിന്റെ വീടിനാണ് തീയിട്ടത്. ഞായറാഴ്ച രാത്രി 11:30 സംഭവം. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. മാറഞ്ചേരി പുറങ്ങ് മാരാമുറ്റത്ത് വീട്ടിൽ നിർത്തിയിട്ടിരുന്ന ബൈക്ക് കത്തിച്ച സംഭവത്തിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടിയുൾപ്പെടെ 3 പേർ പോലീസ് പിടിയിൽ. പുറങ്ങ് കളത്തിൽപ്പടി സ്വദേശി 21 വയസ്സുള്ള നിലമ്പൂർ മൻസൂർ, പുറങ്ങ് മാരാമുറ്റം 19 വയസ്സുള്ള ചാലേരി പ്രജിൽ എന്നിവരെയാണ് പെരുമ്പടപ്പ് പോലീസ് പിടികൂടിയത്. കുന്നംകുളം കുറുക്കൻപാറയിൽ യുവാവിനെ ആക്രമിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ ഒരാളെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. മല്ലാട് സ്വദേശി 29 വയസ്സുള്ള മൻസൂറിനെയാണ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. വാക്കുതർക്കത്തെ തുടർന്ന് കാണിപ്പയ്യൂരിലെ തട്ടുകടയിൽ കയറി പിതാവിനെയും മകനെയും ആക്രമിച്ചു. വാവ തട്ടുകടയുടെ ഉടമ 41 വയസ്സുള്ള ജാസിൻ, മകൻ 15 വയസ്സുള്ള അബിയവ് എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ 8ാം വാർഡിൽ മണ്ണാംകുന്ന് പ്രദേശത്ത് ആലിനു സമീപം പഞ്ചായത്ത് പുറമ്പോക്ക് ഭൂമി കയ്യേറി നടത്തിയ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണമെന്നും നിർമ്മാണ പ്രവൃത്തികൾ പൊളിച്ചുമാറ്റണമെന്നും അറിയിച്ച് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കത്തു നൽകി. ചാവക്കാട്ടെ വഖഫ് ഭൂമി വിവാദത്തിൽ പ്രതിഷേധവുമായി പാലയൂർ ഫൊറോന. പ്രതിഷേധത്തിന്റെ ഭാഗമായി റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. മന്ത്രമുഖരിതമായ വേദിയിൽ കടവല്ലൂർ അന്യോന്യത്തിന്റെ 2ാം ദിവസം തൃശൂർ യോഗം ഗംഭീരമാക്കിയപ്പോൾ തിരുനാവായ യോഗത്തിന് പിഴച്ചു. കേദാർനാഥിലെ റാവൽജി അഥവാ മുഖ്യപുരോഹിതൻ ശിവശങ്കർലിംഗ് നെല്ലുവായ് ക്ഷേത്ര ദർശനം നടത്തി. മറ്റം സെന്റ് തോമസ് ഫൊറോന പള്ളിയിലെ വിശ്വാസ പരിശീലന ദിനാഘോഷം നടന്നു. മുളയം മേരിമാത മേജർ സെമിനാരി റക്ടർ ഫാദർ ഡോക്ടർ സെബാസ്റ്റ്യൻ ചാലക്കൽ ഉദ്ഘാടനം ചെയ്തു. ഹരിതകർമ്മസേന യൂസർ ഫീയിൽ ജില്ലയ്ക്ക് അഭിമാനമായി ചാവക്കാട് നഗരസഭയിലെ 9ാം വാർഡ്. 1 വർഷം നിരന്തരമായി 100% യൂസർ ഫീയാണ് വാർഡ് കൈവരിച്ചത്. സംസ്ഥാനത്തെ തന്നെ വലിയ മത്സ്യമൊത്ത കച്ചവട മാർക്കറ്റുകളിലൊന്നായ കുന്നംകുളം തുറക്കുളം മാർക്കറ്റിന്റെ വികസനം വേഗത്തിൽ പൂർത്തീകരിക്കണമെന്ന് CPIM കുന്നംകുളം ഈസ്റ്റ് ലോക്കൽ സമ്മേളനം ആവശ്യപ്പെട്ടു. ചാവക്കാട് കറുകമാട് 8ാം വാർഡിലെ വികസന മുരടിപ്പിനെതിരെ CPM കറുകമാട് സെന്ററിൽ പ്രതിഷേധ ജ്വാല നടത്തി. വടക്കേകാട് ഗ്രാമപഞ്ചായത്തും ആരോഗ്യവകുപ്പും സംയുക്തമായി മഞ്ഞപ്പിത്തത്തിനെതിരെ ബോധവൽക്കരണം നടത്തി. പുരോഗമന കലാസാഹിത്യ സംഘം കണ്ടാണശ്ശേരി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ജനകീയ സാംസ്കാരിക കൂട്ടായ്മ സംഘടിപ്പിച്ചു. പഴഞ്ഞി അരുവായി ചിറവരുമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ 5 ദിവസമായി നടന്നു വന്നിരുന്ന പരിഹാരക്രിയകൾ തിങ്കളാഴ്ച നടന്ന കലശാഭിഷേകത്തോടെ സമാപിച്ചു. വെള്ളർക്കാട് സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിലെ സംയുക്ത തിരുനാൾ കൊടിയേറ്റം നടന്നു. ഫാദർ ബിജു പാണേങ്ങാടൻ കൊടിയേറ്റം നിർവഹിച്ചു. നവംബർ 19, 20 തീയതികളിലായി നടക്കുന്ന CPIM എളവള്ളി ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി ലഹരി എന്ന ക്യാൻസർ വിഷയത്തെ ആസ്പദമാക്കി സെമിനാർ സംഘടിപ്പിച്ചു. CPM വെള്ളാറ്റഞ്ഞൂർ ലോക്കൽ സമ്മേളനം വാർഡ് വികസന സമിതി ഹാളിൽ KS ശങ്കരൻ നഗറിൽ സംഘടിപ്പിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം MK കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. ചൂണ്ടൽ തത്വമസി ദേശവിളക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദേശവിളക്കും അന്നദാനവും നടന്നു. കണ്ടാണശ്ശേരി എക്സൽസിയർ LP സ്കൂളിലെ വിദ്യാർത്ഥിനികൾ അവതരിപ്പിച്ച തിരുവാതിരക്കളി ശ്രദ്ധേയമായി. 71ാമത് അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിന്റെ തൃശൂർ ജില്ലാതല സമാപന സമ്മേളനം തലപ്പള്ളി സർക്കിൾ സഹകരണ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കുന്നംകുളം ലോട്ടസ് പാലസിൽ ചൊവ്വാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നവംബർ 21, 22 തീയതികളിൽ നടക്കുന്ന CPM എരുമപ്പെട്ടി വെസ്റ്റ് ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി കലാസാംസ്കാരിക സദസ്സ് സംഘടിപ്പിച്ചു. വെസ്റ്റ് മങ്ങാട് സെന്റ് ജോസഫ് ആൻഡ് സെന്റ് സിറിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ചാവക്കാട് മേഖല പ്രവർത്തക ക്യാമ്പ് സംസ്ഥാന നിർവാഹക സമിതി അംഗം V മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം മലങ്കര മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ ഹോസ്പിറ്റൽ ഡേ ആഘോഷം നടത്തി. ആശുപത്രി സെക്രട്ടറി KP സാക്സൺ ഉദ്ഘാടനം ചെയ്തു. ചാലിശ്ശേരി പെരുമണ്ണൂർ PFA ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ വാർഷികാഘോഷം നടന്നു. ഡോക്ടർ V സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.